വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മുരിങ്ങത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മുരിങ്ങ ഇല ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞിട്ട് ഇതാണ്ട് ഇപ്പോൾ ഇതുണ്ട്. ഇതിൻ്റെ അകത്തെ ഇതുണ്ട് ഇലയൊക്കെ നല്ലതായിട്ട് കൊഴിഞ്ഞ് ഉള്ളി നമുക്കെന്തുവാ ഇല മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഉണ്ടോ. അപ്പം നമ്മുടെ പെട്ടെന്ന് നമുക്കെങ്ങനെയാണ് കണ്ടോ, നമുക്ക് ഇല മാത്രമായിട്ട് എങ്ങനെ നമുക്ക് മുരിങ്ങ ഇലയുടെ എടുത്തിട്ട് പെട്ടെന്ന് തോരൻ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാനിപ്പോൾ ഈ കാണിച്ചേ. നമുക്ക് തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഒരു 250 ഗ്രാം മുരിങ്ങയിലയാണ് എടുത്ത്. അതിന് ഒരു ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു കൊച്ചുള്ളി ഒരു 5-6 എണ്ണം അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ ചെയ്തത് നമ്മുടെ എന്തുവാ ഇച്ചിരി ഉള്ളിയും കുറച്ച് ജീരകം പിന്നെ 2-3 വെളുത്തുള്ളി ഇത്രയും വിട്ടിട്ട് ചതച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റിൽ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. മുളക് പച്ചമുളകിന് പകരം ഞാനിന്ന് കുരുമുളകാണ് ചേർത്തത്. ഓക്കെ, കാന്താരി പച്ചമുളക് ഇഷ്ടമുള്ളവർ അത് ചേർക്കുക. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഓക്കെ, ഞാനിപ്പം ഇതൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ കേട്ടോ. ഇതിപ്പോഴും കവറിൽ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. ഓക്കെ, കുറച്ച് മഞ്ഞപ്പൊടിയും വേണം. തേങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ചതയ്ക്കണം, അത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പുറകോട്ടെ. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മുരിങ്ങയില കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പച്ചമുളക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഞെരടി യോജിപ്പിക്കാം. ഓക്കെ, ഞാൻ ചതച്ച് വെക്കാനായിട്ട് ഓൾറെഡി നമ്മുടെ ജീരകവും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ്, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം, തേങ്ങ ചിരടിയത്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ അകത്ത് ഓൾറെഡി വെള്ളമുണ്ട്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം വേറെ ചേർക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അത്യാവശ്യത്തിന് ഒരു നിറത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇത് കണ്ടോ, വെളുത്തുള്ളിയും ഒരു 2-3 കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇതിൻ്റെ അകത്ത്, ഉപ്പൂടെ ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. അധികം ഉപ്പ് വേണ്ട, ആവശ്യം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഞെരടി നമുക്കൊന്ന് യോജിപ്പിക്കാം. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാനിപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. ചിലർ പിന്നെ തേങ്ങായും എല്ലാം കൂടെ അരച്ച് അത് അരച്ച് ഒരു അരപ്പാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറും കേട്ടോ. ഓക്കെ, നമുക്ക് ഇത് തോരനായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് എണ്ണ ആദ്യം ഒഴിക്കാമേ. വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ അകത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി കൊച്ചുള്ളിയുടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ജീരകവും വെളുത്തുള്ളി കൊച്ചുള്ളി ആരപ്പൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് മൂപ്പിക്കാം. കടുക് ഇടുന്ന ഓപ്ഷനിലാണ്, കടുക് വേണ്ടവർക്ക് ഇടാം. ഞാനൊരു 4 കൊച്ചുള്ളി, 1 ടീസ്പൂൺ ജീരകം, ഒരു 4 വെളുത്തുള്ളി, ഇത്രയും ഞാൻ നമ്മുടെ ഇടിയുള്ളി ചതച്ചിട്ട് ഇട്ടിരിക്കുന്നതാണ്. സാധാരണ ആൾക്കാർ ഇത് അരപ്പായിട്ട് തേങ്ങയുടെ കൂടെ അരയ്ക്കും, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത്. ഞാനിപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ആദ്യം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ളത് ഇടാം. ഓക്കെ, അത് നല്ലതായിട്ട് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഒരു ഉള്ളി, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ എന്താ ഉള്ളി തോരന് ചേർക്കാത്തത്. ഒരു സവാള അരിഞ്ഞത് അങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. അതൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, വേറെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ല. ഓക്കെ, ഒന്ന് വഴന്ന് വരട്ടോട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വളർന്ന് വരുന്നുണ്ട്. ചൂട് കൂടിയ പാത്രമാണ്. അപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. 1 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുരിങ്ങയില ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് ഓൾറെഡി ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്, അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. ഇത് ഒന്ന് നമുക്ക് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം വേകാൻ വേണ്ടിയിട്ട്. ഇലയായതുകൊണ്ട് പെട്ടെന്ന് വേഗം അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരം വേവിക്കാം. ഓക്കെ, തുറന്ന് നോക്കാം. 2 മിനിറ്റായി. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇത് കറണ്ടിലുള്ള പാത്രമാണ്, അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കാത്തത്. ഓക്കെ, തുറന്ന് നോക്കാം. ഇവിടെ നമ്മുടെ തോരൻ നല്ലപോലെ ആവി വന്ന് ഓക്കെ, നമ്മുടെ തോരൻ ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യാം. ഓക്കെ, ഒന്ന് അടച്ചു വയ്ക്കാം. ഓക്കെ, ഞാൻ ഓഫ് ചെയ്തു. ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ തുറന്നു നോക്കി. ഇതാണ് നമ്മുടെ അടിപൊളി മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഓക്കെ, സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നല്ല രക്തമൊക്കെ ഉണ്ടാകാനും അയൺ കണ്ടന്റും ഒക്കെ ഉള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ, ഈ മുരിങ്ങയില തോരൻ്റെ കൂട്ടത്തിൽ ഞാൻ ഗോതമ്പ് കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൂടെ കൂട്ടി നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ മുരിങ്ങയില തോരനും ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് എന്തായിരുന്നു ഗോതമ്പ് കഞ്ഞിയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങളും കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ ചെയ്യണം. വേറൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും വരും. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. ബൈ.
See you. Thank you. Bye.